+2 കഴിഞ്ഞ് പാരാമെഡിക്കൽ എൻട്രൻസ് എഴുതി അങ്ങനെ ഡിഗ്രി പഠിക്കുമ്പോഴാണ് എനിക്ക് സ്റ്റെപ്പ് കയറാൻ ഒട്ടും സാധിക്കാതെ വന്നത്. അങ്ങനെയാണ് മസ്കുലാർ ഡിസ്ട്രോഫി ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ അന്ന് ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എന്താ പറയുക, ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും നാളും നടന്നും ഓടിച്ചാടിയും ഡാൻസും എല്ലാ വിധത്തിലും ആക്റ്റീവായിരുന്ന ഒരാൾ പെട്ടെന്ന്
എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ആകെ സ്റ്റക്കായി പോയി. അങ്ങനെ കേരളത്തിലെ നമ്പർ 1 ന്യൂറോളജിസ്റ്റ് പറഞ്ഞു 2013 ബയോപ്സി റിസൾട്ട് വന്നത്. 2015 ഈ കുട്ടിയുടെ ശബ്ദം നിലയ്ക്കും, എല്ലാ മസിൽസും ചുരുങ്ങിപ്പോവും. സാധാരണ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റായ എനിക്കത് കേട്ടപ്പോൾ ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഞാൻ 1 വർഷത്തോളം ഡിപ്രഷനിലായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഗീത നോളജിൽ വന്നു. ഭഗവാൻ പറയുന്നുണ്ട്, വാട്ട് യു ഫോക്കസ് യു വിൽ ബിക്കം. എന്തിനെയാണോ നീ ശ്രദ്ധിക്കുന്നത്, നീ എന്താണോ ചിന്തിക്കുന്നത്, അത് നീ ആയിത്തീരും, ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, എന്തിനാണ് എൻ്റെ മെഡിക്കൽ റിസൾട്ട് ഞാൻ നോക്കിയിട്ട് തളർന്നിരിക്കുന്നത്. ഞാൻ ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിച്ചത് എൻ്റെ ബ്രീത്തിലേക്കാണ്. സാധാരണ ഈ കേസുകൾ വന്നു കഴിഞ്ഞാൽ കൈ പോലും അനക്കാൻ പറ്റില്ല, വിത്തിൻ 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ്ലി ബെഡ് റിഡനായി പോവും എന്നുള്ള കാര്യം. സംഗീത എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വേദി, ഇങ്ങനെ എന്താ പറയുക, കർണാട്ടിക് വേദി പങ്കിടുന്നത്. അതിന് മുൻപ് പങ്കിട്ടിട്ടുണ്ട്, പക്ഷെ എന്നിരുന്നാലും ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ്. അതിന് എപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കാൻ ആളുകളുണ്ടാകുമ്പോൾ എപ്പോഴും ചേർന്ന് നിൽക്കാനാണ് നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ എന്നെ ചേർത്ത് പിടിച്ച ഒരുപാട് നല്ല മനസ്സുകളുണ്ട്. അതിൽ ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ചെറുതായിട്ടെങ്കിലും അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വളരെ ശ്രേഷ്ഠമായി തോന്നുന്നത് എനിക്ക് കിട്ടിയ ഗുരുക്കന്മാരാണ്. എന്നെ ഈ വേദിയിലേക്ക് കൊണ്ടെത്തിച്ചതും എൻ്റെ ജയചന്ദ്ര മാഷാണ്. മാഷിന് ഒരുപാട് നന്ദി. പലതവണ കഴിഞ്ഞ തവണയും ഇതുപോലെ പറഞ്ഞപ്പോൾ എനിക്ക് ശാരീരികമായി സുഖം ഉണ്ടായില്ല, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഈ വേദി ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ വിഷമത്തിലേക്കാണ്, നമ്മുടെ പോസിബിലിറ്റീസിലേക്ക് ആരും നോക്കുന്നില്ല. നമ്മളെ ചേർത്ത് പിടിക്കുന്നവരെ നമ്മൾ കാണുന്നില്ല. ഇപ്പോഴത്തെ സന്തോഷം മറന്നിട്ട് വരാനിരിക്കുന്ന ദുഃഖങ്ങളെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ ഈ നിമിഷം എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. എന്താ പറയുക, ഞാൻ പാടിയത് ഒരുപാട് തെറ്റുകളുണ്ടായിരിക്കും, അത് ക്ഷമിച്ച് നിങ്ങൾ ആ സംഗീതത്തിൽ കുറച്ച് നേരമെങ്കിലും എന്നെ കേട്ടിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഇനിയും ഉണ്ടായിരിക്കണം. താങ്ക് യു. പിന്നെ മൃദംഗം വായിച്ച പേരെനിക്കറിയില്ല, വയലിൻ വായിച്ച വൈശാഖ് സാറിൻ്റെ പേര് മുരളീധരൻ സാറിനും ഒരുപാട് സന്തോഷം. പിന്നെ ഈ ഒരു വേദിയിൽ ഭഗവാന്റെ എല്ലാ അനുഗ്രഹം എനിക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.